ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് ന്യൂമോകോക്കയുടെ ആന്റിജൻ സ്ട്രക്ചറും പിന്നെ അതുപോലെ തന്നെ അതിന്റെ വിർലൻസ് ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് ന്യൂമോകോക്കയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ ആന്റിജൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 4 ഡിഫറെന്റ് ആന്റിജൻസ് ആണ് കാണുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ക്യാപ്സുലാർ പോളിസാക്കറൈഡ്, സെക്കൻഡ് വൺ ഇസ് ദ സൊമാറ്റിക് എം പ്രോട്ടീൻ, third one is the group specific cell wall carbohydrate, and fourth one is the F antigen or Forsman antigen. ഇങ്ങനെ 4 ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ആന്റിജൻസ് ആണ് മെയിൻ ആയിട്ട് ഈ നമ്മുടെ ന്യൂമോകോക്കയിൽ കണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ക്യാപ്സുലാർ പോളിസാക്കറൈഡ്. ഈ ക്യാപ്സുലാർ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ടൈപ്പ് സ്പെസിഫിക് പാർട്ടിക്കിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതെന്തായിരിക്കും, ഇത് മെയിൻ ആയിട്ട് സോളുബിൾ ഇൻ ടിഷ്യൂസ് ആൻഡ് കൾച്ചർ ഫ്ലൂയിഡ്സിലും സോളുബിൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതിലാണോ, ഏത് കൾച്ചർ മീഡിയ അല്ലെങ്കിൽ ഏത് ടിഷ്യൂസിലാണ് ഇത് പ്രൊഡക്ഷൻ നടക്കുന്നത്, ആ ടിഷ്യൂലെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ മീഡിയത്തിൽ ഇത് സംഭവിക്കും, അത് ഡിഫ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, സോളുബിൾ സ്പെസിഫിക് സബ്സ്റ്റൻസസ്, ദാറ്റ് ഈസ് SSS, ദാറ്റ് ഈസ് സോളുബിൾ സ്പെസിഫിക് സബ്സ്റ്റൻസസ് എന്ന് കൂടി നമ്മുടെ ഈ ഒരു ക്യാപ്സുലാർ പോളിസാക്കറൈഡ് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാപ്സുലാർ പോളിസാക്കറൈഡിന്റെ ബേസിൽ നമുക്ക് ഈ ന്യൂമോകോക്കയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് 90 ഡിഫറെന്റ് സീറോ ടൈപ്സ് ഓഫ് ന്യൂമോകോക്കയെ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ അതിന് നമ്പർ കൊടുത്തിട്ടുള്ളത്. The next one is the M protein. This M protein is also a type specific antigen ആയിരിക്കും. പക്ഷെ ഇതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എനി വിർലൻസ് ഫാക്ടേഴ്സ്. അതായത് ഇതിന് എന്തില്ല, ഒരു വിർലൻസ് ഫാക്ടേഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഓർഗാനിസത്തിന്. Then third one is the cell wall carbohydrate. It is also known as C substances. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, C substances. That is, it is species specific carbohydrate antigen ആയിരിക്കും. It is a species specific carbohydrate antigens ആയിരിക്കും. So it is named as C substances എന്ന് പറയും. ഇതെന്തായിരിക്കും, എല്ലാ ന്യൂമോകോക്കയുടെയും എന്തുണ്ടാവുന്നു, ഈ C substancesന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഈ ഒരു C substances നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അബ്നോർമൽ പ്രോട്ടീൻ ദാറ്റ് ഈസ് ബീറ്റ ഗ്ലോബുലിൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു C substances നമുക്ക് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ഫേസ് സിറയിലായിരിക്കും. അതായത് പേഷ്യൻസിന്റെ ഒക്കെ അക്യൂട്ട് ഫേസ് പ്രോട്ടീൻ ആയിരിക്കും. ഇറ്റ് ഇസ് അക്യൂട്ട് ഫേസ് സിറ ഓഫ് ന്യൂമോണിയ. ഇപ്പോൾ ന്യൂമോണിയ ഉള്ള പേഷ്യന്റിന് അക്യൂട്ട് അവരെ പേഷ്യൻസിന്റെ സിറത്തിനകത്ത് അക്യൂട്ട് ഫേസ് പ്രോട്ടീൻ ആയിട്ടാണ് ഇത് കണ്ടുവരുന്നത്. അത് കൂടാതെ വേറെയും പല ഇൻഫെക്ഷൻ, വേറെയും പല കേസിലും ഇത് കണ്ടുവരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ന്യൂമോണിയയുടെ കേസിലാണ് ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. പക്ഷെ എന്ത് ചെയ്യും, ഇത് കൺവാലസൻസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ഡിസപ്പിയറൻസ് ചെയ്യും. എന്താ കൺവാലസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ റിക്കവറി, ഇപ്പം ന്യൂമോണിയ റിക്കവർ ചെയ്ത ആളുടെ സിറത്തിന്റെ അത് എന്തുണ്ടാവത്തില്ല, ഈ C substances ഉണ്ടാവില്ല. അതേ സമയത്ത് പേഷ്യന്റ് സഫറിംഗ് വിത്ത് ന്യൂമോണിയ ആണെങ്കിൽ എന്ത് കാണാൻ പറ്റും, ഈ ഒരു പർട്ടിക്കുലർ സെൽ വാൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ C substances കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് സബ്സ്റ്റൻസസ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് C റിയാക്റ്റീവ് പ്രോട്ടീൻ അല്ലെങ്കിൽ CRP എന്നാണ് പറയുന്നത്. ഇത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ആന്റിബോഡി ടു ദാറ്റ് സബ്സ്റ്റൻസസ്. ഇത് ഒരിക്കലും എന്തായിട്ടല്ല, ആന്റിബോഡി അല്ല കാണുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അക്യൂസ് ഫേസ് പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് ഓൾ അക്യൂസ് ഫേസ് സബ്സ്റ്റൻസസ് ആയിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അക്യൂസ് ഫേസ് പ്രോട്ടീൻ ആണ്. ഇത് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് ഹെപ്പറ്റോസൈറ്റ്സിൽ വെച്ചിട്ടാണ് ഇത് മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ ഇതിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ആര്, ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ കേസിൽ സ്റ്റിമുലേഷൻ നടക്കും. പിന്നെ അതുപോലെ തന്നെ സർട്ടൻ മാലിഗ്നൻസീസ് ആൻഡ് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, ഈ മാലിഗ്നൻസിയിലും ടിഷ്യൂ ഡിസ്ട്രക്ഷൻസിലും പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, മെയിൻലി ഇൻ കേസ് ഓഫ് ന്യൂമോകോക്കയുടെ ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സിന്റെ പോയിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു അക്യൂട്ട് ഫേസ് സബ്സ്റ്റൻസസിന്റെ സെക്രീഷൻ അങ്ങനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ എക്സാമിനേഷൻ, അതായത് CRPയുടെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ ഇൻഡെക്സ് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് റൊമാറ്റിക് ഫീവർ. എത്രത്തോളം റൊമാറ്റിക് ഫീവർ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡിംഗ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CRPയുടെ ഗ്രേഡിംഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇറ്റ് ഈസ് എന്താണ്, ലാറ്റസ്റ്റ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്ച്വലി എ പാസീവ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. പാസീവ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് CRPയുടെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ കാണിക്കുന്നത്. CRP ചെയ്യുന്നത് എന്താണ്, ഇങ്ങനത്തെ ബ്ലാക്ക് കാർഡിലേക്ക് ഇതാണ് ലാറ്റസ്റ്റ് പാർട്ടിക്കിൾ, അത് ടെസ്റ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് എ പോസിറ്റീവ് കൺട്രോൾ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. Then fourth one is the F antigen. F antigen it is another type of thicoic acid ആയിരിക്കും. ഇതിന് എന്താ, ഇത് മെയിൻ സംഭവം എന്താ, ഇത് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ് എക്സിബിറ്റ് എ ക്രോസ് റിയാക്ഷൻ വിത്ത് ദ ഫോസ്മാൻ സർഫസ് ആന്റിജൻസ് ഓഫ് ദ മമ്മേലിയൻ സെൽസ്. നമ്മുടെ സെൽസിന്റെ മുകളിലെ ഫോസ്മാൻ ആന്റിജൻ ആയിട്ട് എന്തിനാണ് ആന്റിജനിക്കലി ക്രോസ് റിയാക്ഷൻ വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് F പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂമോകോക്കയ്ക്ക് നമ്മുടെ ഹോസ്റ്റ് സെൽ സർഫസിന് മുകളിൽ അറ്റാച്ച്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, ഈ F പ്രോട്ടീൻ അല്ലെങ്കിൽ F ആന്റിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈ നമ്മുടെ ന്യൂമോകോക്കയെ നമ്മൾ സിറോളജിക്കലി ടൈപ്പ് ചെയ്യാം. സിറോളജിക്കലി ടൈപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 3 ഡിഫറെന്റ് മെത്തേഡ്സിലാണ് സിറോളജിക്കൽ ടൈപ്പിംഗ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, അതായത് വിത്ത് ഹെൽപ്പ് ഓഫ് ടൈപ്പ് സ്പെസിഫിക് ആന്റിജൻ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് കോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. Okay, the second
method, second method എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ precipitation of capsular polysaccharide with type specific antiserum, that is method പറയുന്ന പേരാണ് counter immunoelectrophoresis ആണ് ചെയ്യുന്നത്. Then third one is the Cullen reaction, which is also known as capsule Cullen reaction. It was first discovered by എന്താണ് ന്യൂഫീൽഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് in 1992. ഇതെങ്ങനെ നമ്മുടെ കൊല്ലൻ റിയാക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബാക്ടീരിയ നമ്മുടെ ന്യൂമോകോക്കയുടെ സസ്പെൻഷൻ എടുക്കുക, ഒരു സ്ലൈഡിന്റെ മുകളിൽ വെക്കുക, ദെൻ അതിന്റെ അകത്തോട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിസെറം ആഡ് ചെയ്യാം, ദെൻ എന്ത് ചെയ്യാം 1 ഡ്രോപ്പ് ഓഫ് അല്ലെങ്കിൽ 1 ലൂപ്ഫുൾ ഓഫ് മെത്തിലിൻ ടു സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഇപ്പോൾ ഹോമോലോഗസ് ആന്റിസെറം ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ക്യാപ്സ്യൂൾ റിയാക്ട് ചെയ്തിട്ട് ക്യാപ്സ്യൂൾ അങ്ങ് സൊളനായിട്ട് വരും, സൊളനായിട്ട് അപ്പിയർ ചെയ്യും. ഈ സൊളനായിട്ട് വന്നുള്ള ക്യാപ്സ്യൂളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈക്രോസ്കോപ്പ് കൂടി കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, നമ്മൾ ലാബിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഇതിന് വേറെ പേര് പറഞ്ഞിട്ട് ക്യാപ്സ്യൂൾ കൊല്ലൻ റിയാക്ഷൻ, കൊല്ലൻ റിയാക്ഷൻ ആൻഡ് ന്യൂഫീൽഡ് റിയാക്ഷൻ ഒക്കെയാണ് ഇതിന് ആൾട്ടർനേറ്റീവ് നെയിംസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ വേരിയേഷൻ. വേരിയേഷൻ നമുക്ക് അറിയുന്ന പോലെ തന്നെ എന്താണ് SR വേരിയേഷൻ ആണ് കണ്ടുവരുന്നത്. ദാറ്റ് ഈസ് സ്മൂത്ത് ടു റഫ് വേരിയേഷൻ എന്നുള്ള രീതിയിലാണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ വിർലന്റ് ആൻഡ് ക്യാപ്സൈഡ് സ്ട്രെയിൻസ് ആയിരിക്കും സ്മൂത്ത് കോളനീസ്. then after undergo subsequent subculturing അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിച്ചിട്ട് ഇത് എന്തിലേക്ക് മാറുന്നു, എവിർലന്റ് ഫോംസിലേക്ക് മാറും. അതായത് നോൺ ക്യാപ്സുലേറ്റഡ് റഫ് എവിർലന്റ് സ്ട്രെയിനിലേക്ക് മാറും. അതിനെ പറയുന്ന പേരാണ് SR വേരിയേഷൻ, ദാറ്റ് ഈസ് സ്മൂത്ത് ടു റഫ് വേരിയേഷൻ എന്നുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ബ്ലൂ കളറിലാണ് എന്ത് സ്മൂത്ത് വൺസ്, then റെഡിലേക്കുള്ളതാണ് എന്ത് റഫ് ടൈപ്പ് എന്നുള്ള രീതി, ദാറ്റ് ഈസ് SR വേരിയേഷൻ, സ്മൂത്ത് ടു റഫ് വേരിയേഷൻ. ആഫ്റ്റർ പ്രൊലോങ്ഡ് സബ്കൾച്ചറിങ് ഇറ്റ് വിൽ ലൂസ് ദർ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാപ്സൂൾ. അങ്ങനെയാണ് എന്ത് SR വേരിയേഷൻ നടക്കുന്നത്. The next one is the virulence factors and biological functions. Virulence factors main ആയിട്ട് 3 different types of virulence factors ആണുള്ളത്. First one is the cell wall associated polymers and proteins. Second one is the enzymes. The third one is the toxins. ഇങ്ങനെ 3 different types of virulence factors ആണ് വരുന്നത്. നമുക്ക് അതിന്റെ അകത്ത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ക്യാപ്സൂൾ. എന്താണ് നിങ്ങൾക്ക് അറിയാം, ക്യാപ്സൂളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ആന്റി ഫാഗോസൈറ്റിക് ഇൻ ആക്ഷൻ ആണ്. ദെൻ ഡീകോയിക് ആസിഡ്, ഇത് മെയിൻ ആയിട്ട് എന്തിനാണ്, നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ആൾട്ടർനേറ്റീവ് കോംപ്ലിമെന്റ് പാത്വേ. ദെൻ പെപ്റ്റിഡോഗ്ലൈക്കൻ, ഇറ്റ് ഓൾസോ ആക്ടിവേറ്റ് ആൾട്ടർനേറ്റീവ് കോംപ്ലിമെന്റ് പാത്വേ. ദെൻ പ്രോട്ടീൻ അഡ്ഹെസിവ്സ്, ഇത് എന്തിനാണ്, പേര് തന്നെ ഉണ്ട് പ്രോട്ടീൻ അഡ്ഹെസിവ്സ്. മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യേണ്ടിയിട്ടാണ് ഈ പ്രോട്ടീൻ അഡ്ഹെസിവ്സ് വരുന്നത്. Then phosphorylate choline, ഇതും എന്താണ്, നമ്മുടെ ഇൻവേഷൻ ഓഫ് ഹോസ്റ്റ് സെൽ, നമ്മുടെ എന്താണ് ഓർഗാൻസിൽ എൻ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ സെൽസിന്റെ ഉള്ളിൽ കൂടി ഇൻവേഡിംഗ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ലീഡ് ചെയ്തിട്ടാണ് phosphorylate choline ഫംഗ്ഷൻ. Then F protein എന്താണ്, F protein is also for attachment to the epithelial cells. Okay, the next one is the enzymes. ഒരു enzyme ഉള്ളത്, that is secretory IgA protease. മെയിൻ ഫംഗ്ഷൻ എന്താണ്, IgA protease എന്താണ്, secretory IgA ആണ് എന്ത് ചെയ്യുക, ക്ലീവ് ചെയ്ത് കളയുക, ദാറ്റ് ഈസ് ഡിസ്ട്രക്ഷൻ ഓഫ് സെക്രട്ടറി IgA. The next one is the toxins ന്റെ അകത്ത് വരുന്നതാണ് ന്യൂമോലൈസിൻ. ന്യൂമോലൈസിൻ മെയിൻ ആയിട്ട് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറ്റ് ക്യാൻ അൾട്ടേഴ്സ് ദ മ്യൂക്കോസീലിയറി ക്ലിയറൻസ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ അകത്തുള്ള മ്യൂക്കോസീലിയറി ക്ലിയറൻസിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, അങ്ങ് അൾട്രേഷൻ നടക്കുന്നു. Then it also inhibit phagocytosis. Okay, the next toxin is the autolysin. The autolysin main function, autolysis പേര് തന്നെ എന്താണ്, സെൽഫ് ആയിട്ട് ഓർഗാൻസ് അങ്ങ് ഡിസ്ട്രക്ഷൻ നടന്നു പോകും. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിസം ആഫ്റ്റർ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതായത് നമ്മുടെ ഗ്രോത്ത് കർവിലെ ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓർഗാനിസം സംഭവിക്കുന്നു. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഓട്ടോലൈസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓവറോൾ ഉള്ള വിർലൻസ് ഫാക്ടേഴ്സിന്റെ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈല ഉണ്ട്, ഫോർ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് സെല്ലുലാർ കമ്പോണൻസ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.